CPM കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിന്റെ വെളിപ്പെടുത്തൽ സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം പി ജയരാജനും മകനുമെതിരായ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ആയുധമാക്കുക. മനു തോമസിന്റെ വിഷയം അടിയന്തര പ്രമേയമായിട്ടായിരിക്കും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുക. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചിരികയാണ്. അഖിൽ, മനു തോമസിന്റെ വെളിപ്പെടുത്തൽ CPMനെ അപ്പാടെ പ്രതിരോധത്തിലാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ കൃത്യമായ രീതിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ള ആവശ്യമാണ് പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരുന്നത്. BJPയും കോൺഗ്രസും അടക്കം ഇത്തരത്തിലുള്ള ആവശ്യങ്ങളടക്കം ഇതിനകം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു വിഷയം സഭയിൽ പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്ക് തന്നെയായിരിക്കും സാക്ഷ്യം വഹിക്കുക, അല്ലേ? കണ്ണൂരിൽ സോഷ്യൽ മീഡിയ പോരാളികൾ നടത്തുന്ന പ്രചരണം അത് ഇപ്പോൾ UDF നിയമസഭയ്ക്കുള്ളിൽ ഉന്നയിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇന്ന് അടിയന്തര പ്രമേയമായിട്ടായിരിക്കും പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ ഉന്നയിക്കുക. CPMന്റെ മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും DYFIയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായിരുന്ന മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ, സോഷ്യൽ മീഡിയയിലൂടെ മനു നടത്തിയ വെളിപ്പെടുത്തലുകൾ, പി ജയരാജനും മകനും അതുപോലെ തന്നെ കണ്ണൂരിലെ CPMന്റെ ചില നേതാക്കളും ഒക്കെ തന്നെ നടത്തുന്ന ചില പരിപാടികൾ, ചില അക്രമ പ്രവർത്തനങ്ങൾ, അതെല്ലാം തുറന്നു പറയുന്നതായിരുന്നു മനുവിന്റെ ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനു പിന്നാലെ തന്നെ പോരാളി ഷാജിയും അതുപോലെ തന്നെ റെഡ് ആർമിയും ഒക്കെ തന്നെ മനുവിനെതിരെ വലിയ ആരോപണവുമായി അല്ലെങ്കിൽ വലിയ വിമർശനവുമായി വലിയ ഭീഷണിയുമായി ഒക്കെ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് CPMനെതിരെ, സർക്കാരിനെതിരെ ഇപ്പോൾ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ പ്രതിപക്ഷം തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് അടിയന്തര പ്രമേയം ഈ മനു തോമസിന്റെ വിഷയത്തിൽ ഉന്നയിക്കുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് മറ്റു ചില നേതാക്കളുടെ വിഷയം കൂടി ഉന്നയിക്കാനാണ് സഭയിൽ ഇന്ന് പ്രതിപക്ഷം തീരുമാനമെടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം, സഭയിൽ ഇന്ന് പ്രധാനപ്പെട്ടതായി നടക്കുന്ന ചോദ്യോത്തര വേളയിൽ വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാഫർ വിവാദത്തിൽ ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് KK രമയെ അടക്കമുള്ളവർ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ മുൻ ഭരണപക്ഷ MLAയുടെ നേതൃത്വത്തിൽ നടന്ന പ്രചരണം അടക്കമുള്ളവ ഇന്ന് ചോദ്യോത്തര വേളയിൽ ഉന്നയിക്കാനുള്ള ചോദ്യമായി അംഗങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ വലിയ സന്ദർഭങ്ങൾ തന്നെയാണ് ഇന്ന് സഭയിലുള്ളത്. എന്തായാലും അടിയന്തര പ്രമേയം മനു തോമസിന്റെ വിഷയം എടുക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കണ്ണൂർ രാഷ്ട്രീയത്തിന് വീണ്ടും ഒരു ചർച്ചാവേദി കൂടിയാകും നിയമസഭ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരികയാണ്. KP, കണ്ണൂർ രാഷ്ട്രീയം വീണ്ടും സഭയിൽ ചർച്ചാ വിഷയമാവുകയാണ്. ഇത്തരത്തിലായിരിക്കും ഭരണപക്ഷം ഇതിനെ നോക്കിക്കാണുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അഖിൽ പാലോട്ടമടമാണ് നിയമസഭയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.